വൈദ്യുതി നിരക്ക് വർധന സംബന്ധിച്ച വിജ്ഞാപനം ഇന്ന് പ്രസിദ്ധീകരിച്ചേക്കും. ഡിസംബർ 1 മുതൽ മുൻകാല പ്രാബല്യത്തിൽ ആകും നിരക്ക് വർധന. യൂണിറ്റിന് 30 പൈസ വർദ്ധിപ്പിക്കണമെന്നാണ് KSEB ആവശ്യപ്പെട്ടിട്ടുള്ളത്. വി വിനോദാണ് ചേരുന്നത്. വിനോദ്, ഇത് സംബന്ധിച്ചൊരു തീരുമാനം ഇന്നുണ്ടാകുമോ? അഭിലാഷ്, ഇന്ന് തന്നെ ഈ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചിട്ടുള്ള തീരുമാനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് കാലതാമസമില്ലാതെ തന്നെ തീരുമാനമുണ്ടാകും. ഈ നിലയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് വൈദ്യുതി മന്ത്രി കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. യൂണിറ്റിന് 30 പൈസ വർദ്ധിപ്പിക്കണമെന്നാണ് KSEB സർക്കാരിനോട് ശുപാർശ ചെയ്തിട്ടുള്ളത്. ഈ തീരുമാനം അംഗീകരിക്കുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. മറ്റൊന്ന്, ഈ സമ്മർ താരിഫ് എന്ന നിലയ്ക്ക് ജനുവരി മുതൽ മെയ് വരെ 10 പൈസ വീതം യൂണിറ്റിന് വർദ്ധിപ്പിക്കണമെന്നും ഈ താരിഫായി ചുമത്തണമെന്നുമുള്ള ശുപാർശയുണ്ട്. ഇത് ഒരുപക്ഷെ സർക്കാർ അംഗീകരിച്ചേക്കില്ല. 30 പൈസ വർധന എന്നതിൽ ഒരുപക്ഷെ 10 പൈസയോ 20 പൈസയോ യൂണിറ്റിന് വർദ്ധിപ്പിക്കാനുള്ള തീരുമാനമാകും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക. നേരത്തെയുള്ള വർഷങ്ങളിൽ എല്ലാ വർഷവും തുടർച്ചയായി ഇങ്ങനെ നിരക്ക് വർധന ഉണ്ടായിട്ടുണ്ട്. അത് പരമാവധി 6% വരെയുള്ള വർധന ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ ഇത്തവണ അതൊരു 4% താഴെ ആയിരിക്കും എന്ന വിലയിരുത്തലാണുള്ളത്. ഏതായിരുന്നാലും വലിയ വിമർശനം പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. വ്യാവസായിക ആവശ്യങ്ങൾക്കുള്ള വൈദ്യുതിയിൽ നേരത്തെ തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തുന്ന നിലയുണ്ടായിട്ടുണ്ട്. ഗാർഹിക ഉപഭോക്താക്കളെ സംബന്ധിച്ച് അടിക്കടി ഉണ്ടാകുന്ന നിരക്ക് വർധന വലിയ വെല്ലുവിളി ഉയർത്തുകയും ചെയ്യുന്നു. KSEBയുടെ വാദമാകട്ടെ, ഈ നീരൊഴുക്കിൽ ഉണ്ടാകുന്ന കുറവ് ഇത് വൈദ്യുതി ഉൽപ്പാദനത്തെ കാര്യമായി ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴുള്ള ഈ ഉൽപ്പാദനവുമായി തട്ടിച്ചു നോക്കുമ്പോൾ നിരക്ക് വർധനയില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ഒരു വിലയിരുത്തലാണ്. അതോടൊപ്പം തന്നെ 3 കമ്പനികളുമായി നേരത്തെ ഉണ്ടാക്കിയിരുന്ന ധാരണ, അവരിൽ നിന്ന് വൈദ്യുതി വാങ്ങിയിരുന്നു. അത് 4.25 രൂപയ്ക്കാണ് വൈദ്യുതി വാങ്ങിയിരുന്നത്. പക്ഷേ ഈ 3 കരാറുകളും റദ്ദാകുന്ന സാഹചര്യമുണ്ടായി. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് കരാർ പുതുക്കുന്നതിൽ കാലതാമസമുണ്ടാക്കിയത്. പിന്നീട് അത് റദ്ദാവുകയും ചെയ്തു. ഇതിൻ്റെ അമിതഭാരം കൂടി ജനങ്ങൾക്ക് മുകളിലേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ മെയ് 3-ന് ഏതാണ്ട് 131 ദശലക്ഷം യൂണിറ്റിൻ്റെ ഉപഭോഗമാണ് ഉണ്ടായത്. റെക്കോർഡ് ഉപഭോഗമായിരുന്നു. ഇതിൽ തന്നെ 90 ദശലക്ഷത്തിലധികം വൈദ്യുതിയും പുറത്തുനിന്ന് വാങ്ങിയതാണ്. ഈ ഒരു സാഹചര്യത്തിൽ വരുന്ന വേനൽക്കാലത്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ നിരക്ക് വർധനയില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. പിടിച്ചു നിൽക്കണമെങ്കിൽ അത്തരത്തിലൊരു നീക്കം വേണം, വർധന വേണം എന്ന കാര്യമാണ് KSEB മുന്നോട്ട് വയ്ക്കുന്നത്. അവിടെ വിനോദ്, നമുക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് സപ്ലൈകോയുടെ സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കുന്ന വിവരം പുറത്തു വന്നിട്ടുള്ളത്. മാത്രമല്ല, അധിക നാളായിട്ടില്ല ഈ സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിപ്പിച്ചിട്ട്. ഏതാണ്ട് പൊതുവിപണിയോടൊക്കെ അടുത്ത് നിൽക്കുന്ന തുകയിലേക്ക് പോകുന്നു ഇപ്പോൾ വില വർധനവ് കൂടി വരുമ്പോൾ. അതിനൊപ്പമാണിപ്പോൾ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുന്നത്. ഒരു ഘട്ടത്തിൽ വെള്ളത്തിൻ്റെയും അതുപോലെ കരം ഉൾപ്പെടെ മറ്റു കരങ്ങൾ, ലാൻഡ് ടാക്സ്, അങ്ങനെ പലതും വർദ്ധിപ്പിച്ചത് നമുക്കറിയാം. ഇപ്പോൾ ഈ കറണ്ട് ചാർജ് വർധനയുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് താങ്ങാവുന്ന ഒന്ന് ആകുമോ? എന്താണ് സർക്കാരിൻ്റെ അല്ലെങ്കിൽ KSEBയുടെ ഒക്കെ ഒരു കണക്കുകൂട്ടൽ? അഭിലാഷ്, കെട്ടിട നികുതിയുടെ വർധന, അതോടൊപ്പം തന്നെ ഭൂമി രജിസ്ട്രേഷനിലുണ്ടായ ഫീസ് വർധന, വെള്ളക്കരം കൂട്ടിയത്, നേരത്തെ തന്നെയുള്ള വൈദ്യുതിയുടെ നിരക്കിലുണ്ടാക്കിയ വർധന, ഈ തരത്തിൽ എല്ലാ മേഖലയിലും വിലക്കയറ്റമുണ്ടാകുന്നു അല്ലെങ്കിൽ നിരക്ക് വർദ്ധിപ്പിക്കുന്നു. ഇതെല്ലാം തന്നെ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളാണ്. അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ സപ്ലൈകോയിൽ സബ്സിഡി ഇനങ്ങളുടെ വില നേരത്തെ വർദ്ധിപ്പിച്ചതാണ്. അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം വീണ്ടും വില വർദ്ധിപ്പിച്ചുള്ള തീരുമാനമുണ്ടായത്. ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലമുണ്ടായിരുന്നു. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി എല്ലാ നിലയ്ക്കും വർധന എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. KSEB സംബന്ധിച്ച് ഓരോ വർഷവും ഇത്തരത്തിലുള്ള വർധന വരുന്നതാണ്. എല്ലാ കാലവും പറയുന്നത് പിടിച്ചു നിൽക്കാൻ കഴിയാത്തതിൻ്റെ കാര്യമാണ്. ഏതാണ്ട് 453 മെഗാവാട്ട് വൈദ്യുതി 3 കമ്പനികളിൽ നിന്ന് വാങ്ങിയിരുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഈ കരാറുകൾ ഒന്നാകെ അപ്പാടെ തന്നെ റദ്ദായി പോകുന്ന സാഹചര്യം. അവിടെയാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായി എന്ന വിലയിരുത്തൽ നേരത്തെ ഉണ്ടായത്. ഉദ്യോഗസ്ഥർ ഒരുപക്ഷെ കൃത്യമായ ഇടപെടൽ നടത്തിയിരുന്നെങ്കിൽ 7 വർഷമായി തുടരുന്ന കരാറാണ്. ഇത് നീട്ടിക്കൊണ്ടു പോകാൻ കഴിയുമായിരുന്നു. ഒരു പരിധിവരെ നിരക്ക് വർധന പിടിച്ചു നിർത്താൻ കഴിയുമായിരുന്നു. അതേസമയം തന്നെ നമ്മൾ സംസ്ഥാനത്തെ മറ്റ് സാഹചര്യങ്ങൾ കൂടി പരിശോധിക്കണം. ജലവൈദ്യുത പദ്ധതികളിൽ നിന്ന് കാര്യമായ വൈദ്യുതി ഉൽപ്പാദനം അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന തോതിൽ ആവശ്യത്തിന് വേണ്ട വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നില്ല. മറ്റൊന്ന് ആണവ നിലയങ്ങളുടെ കാര്യമാണ്. എപ്പോഴും വിവാദങ്ങളും വിമർശനങ്ങളും ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരുപക്ഷെ കൂടംകുളത്ത് നിന്നുള്ള വൈദ്യുതി ഉൽപ്പാദനത്തിൽ ഒരു ഭാഗം കേരളത്തിന് ലഭിക്കുന്നുണ്ട്. എന്നാൽ കേരളത്തിൽ അത്തരം ചർച്ചകൾ വരുമ്പോൾ തന്നെ വിവാദമുണ്ടാകുന്നുണ്ട്. അതിൻ്റെ 2 വശവും പരിശോധിക്കേണ്ടതുണ്ട്. അത്തരം പദ്ധതികൾ വേണോ വേണ്ടയോ എന്നതിൻ്റെ സാങ്കേതികവും മറ്റ് കാര്യങ്ങളും എല്ലാം തന്നെ, ശാസ്ത്രീയവുമായ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കേണ്ടതുണ്ട്.
ജലവൈദ്യുത പദ്ധതികളുടെ കാര്യമെടുത്താലും ഈ തരത്തിൽ തന്നെയാണ്. ഏതെങ്കിലും ഒരു പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ച വന്നാൽ അപ്പോൾ തന്നെ പാരിസ്ഥിതികവാദത്തിൻ്റെ വിഷയം വരും. അവിടെയാണ് എങ്ങനെ ഈ കാര്യങ്ങൾ നമ്മുടെ അത്യാവശ്യത്തിനുള്ള വൈദ്യുതി എവിടെ നിന്ന് കണ്ടെത്താൻ കഴിയുമെന്ന ചോദ്യം വരുന്നത്. അവിടെ KSEB പറയുന്നത് പ്രതിസന്ധിയുടെ ഒരു കാര്യമാണ്. കാരണം ഉൽപ്പാദനം ആവശ്യത്തിനുണ്ടാകുന്നില്ല, കൂടിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങേണ്ടി വരുന്നു. അതിനൊപ്പമാണ് KSEB ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന വീഴ്ചകൾ. ഇതെല്ലാം തന്നെ അമിതഭാരമായി ജനങ്ങൾക്ക് മുകളിലേക്ക് വന്നു വീഴുന്ന നില കൂടിയുണ്ട്. അഭിലാഷ്, യെസ്, അതാണ്. എന്തായാലും KSEB നിരക്ക് വർദ്ധിപ്പിക്കാൻ തീരുമാനമായിട്ടുണ്ട്. അതെത്ര എന്നുള്ളതാണ്. യൂണിറ്റിന് നിരക്ക് വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായും വൈദ്യുതി ഉപഭോഗത്തിന്റെ താരിഫ് മാറും എന്നുള്ളതാണ്. അങ്ങനെ മാറുമ്പോഴാണ് അത് ജനങ്ങൾക്ക് ഒരുപക്ഷെ യൂണിറ്റിന് വളരെ ചെറിയ പൈസ എന്ന നിലയിലൊക്കെയാണ് കണക്കുകൾ അവതരിപ്പിക്കുക എങ്കിൽ പോലും ഉപഭോഗത്തിലേക്ക് വരുമ്പോഴും അതിൻ്റെ താരിഫിലേക്ക് വരുമ്പോഴുമാണ് അത് ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കാൻ പോകുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളാണ് VV വിനോദ് നൽകിയത്.